മനസ്സിന് ചെയ്യണം, ചിത്തത്തിന് ചെയ്യണം. അപ്പം നമ്മുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ആത്മാവായിട്ടിരിക്കുന്ന സമയത്ത് ഇതിന് രൂപമൊന്നുമില്ല, വളരെ സൂക്ഷ്മമാണ് ആത്മാവ്. അപ്പൊ അതിന് ആ സമയത്ത് അതിന് വ്യക്തിത്വമില്ല. കാരണം എല്ലാ ആത്മാക്കളും ഒരുപോലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വ്യക്തി എന്ന് എടുത്ത് പറയാൻ പറ്റില്ല. അതെപ്പോ ശരീരം എടുക്കുന്നു അപ്പൊ അതിന് വ്യക്തിത്വം തുടങ്ങുക. കാരണം ശരീരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഭിന്നനാകുന്നത്. ഒറ്റ ശരീരവും ഒരുപോലെയല്ല, എല്ലാം ഭിന്നങ്ങളാണ്. അപ്പൊ അതിന് ഇന്ന ശരീരമുള്ള ഞാൻ എന്നൊരു തോന്നലുണ്ടാവാൻ തുടങ്ങും. അപ്പൊ ഋഷീശ്വരന്മാർ പറയുന്നത് ആദ്യം ഉണ്ടാകുന്നത് അഹം എന്ന് പറയുന്ന ബോധമാണ്, ഞാൻ എന്ന ബോധം. ഇത് ആത്മാവ് വന്ന് ശരീരവുമായിട്ട് അങ്ങോട്ട് ചേരുമ്പോൾ തുടങ്ങുന്ന ബോധമാണ്. അത് പുറത്തു വന്നിട്ടില്ല, ഗർഭാശയത്തിനകത്ത് കിടക്കുമ്പോഴേ ഉണ്ടാകുന്ന ബോധമായത്. അതിനുശേഷം അഹം വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിത്തം. ചിത്തത്തിന് ശേഷം ബുദ്ധി വരും, ബുദ്ധി ഡെവലപ്പ് ചെയ്ത് വരും. അതിനുശേഷം പ്രാണവ്യവസ്ഥ ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം മനസ്സ് ഡെവലപ്പ് ചെയ്യും. മനസ്സിന് ശേഷമാണ് പ്രാണവ്യവസ്ഥ വരുന്നത്. പ്രാണവ്യവസ്ഥയ്ക്ക് ശേഷം പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോഴത്തേക്ക് ശരീരം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇത് കുറച്ച് ഗർഭാശയത്തിനകത്ത് വെച്ച് കംപ്ലീറ്റ് ആകും, കുറച്ച് പുറത്ത് വന്നിട്ട് കംപ്ലീറ്റ് ആകും. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ അതിനൊക്കെ കേൾക്കാനും കാണാനുമുള്ള ശേഷിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലത് പല ജീവികളിൽ പല രീതിയിലായി ഇത് വരിക. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനിടയിൽ അഹം വന്നതിന് ശേഷം പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ചിത്തമാണ്. അപ്പോൾ ചിത്തത്തിലാണ് കഴിഞ്ഞ അനവധി ജന്മങ്ങളായുള്ള നമ്മുടെ കർമ്മങ്ങളും ആഗ്രഹങ്ങളും കൂടെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ചിത്തത്തിൽ ഇതിങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ചിത്തത്തിലാണ് കർമ്മബന്ധനങ്ങൾ മുഴുവൻ കിടക്കുന്നത്. ഇതിനനുസരിച്ചാണ് ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നത്. ഒരുത്തൻ നീചകർമ്മങ്ങൾ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ അവൻ നീച ഫലങ്ങൾ അനുഭവിക്കണം. അപ്പൊ ഈ ചിത്തം അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അവന്റെ ബുദ്ധി വികൃതമാകും. കുടിക്കരുത് കുഞ്ഞെ എന്ന് പറഞ്ഞാൽ അവൻ പോയി കുടിക്കും. കാരണം അവന്റെ ബുദ്ധി വികൃതമായി കഴിഞ്ഞു. ചിത്തമാണ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് ശരീരത്തിലേക്ക് രോഗങ്ങൾ വരുന്നത്. ഇതാണ് ആയുർവേദത്തിന്റെ സിദ്ധാന്തം. ഇത് നമുക്ക് പിന്നീട് വിസ്തരിച്ച് മനസ്സിലാക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ചികിത്സ നിശ്ചയിക്കുന്ന സമയത്ത് സാധാരണ ആയുർവേദ വൈദ്യന്മാർ പറയുന്നത് ചിത്തത്തിന് ചികിത്സിക്കണം, പിന്നെ ബുദ്ധിക്ക് ചികിത്സിക്കണം, പിന്നെ മനസ്സിന് ചികിത്സിക്കണം, പിന്നെ ആ ശരീരത്തിലേക്ക് ചികിത്സിക്കുക. ഇതാ ചികിത്സയുടെ ഒരു രീതി. അപ്പൊ ചിത്തത്തിന് ചികിത്സിച്ച് ചിത്തത്തിൽ നിന്ന് രോഗത്തിന്റെ കാരണത്തെ എടുത്ത് കളയണം, അല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ രോഗം വരും. ഇതിന് നമ്മളെ ജ്യോത്സ്യം ഒരുപാട് സഹായിക്കും. ഇത്രാമത്തെ വയസ്സിൽ വലിവ് വരും എന്ന് ജ്യോത്സ്യത്തിന് പറയാൻ പറ്റും. അവർ പറയുന്നത് ഇത്രാമത്തെ വയസ്സാകുമ്പോൾ കുഴപ്പമുണ്ടാകും എന്ന് ജ്യോത്സ്യത്തിനകത്ത് എഴുതി വെക്കും. അപ്പോൾ നമ്മൾ ജാതകം എഴുതുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-40 വർഷം മുമ്പ് തന്നെ നമ്മളിതറിയും ഇത്രാമത്തെ വയസ്സിൽ ഇന്ന കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കണക്ക് നമ്മൾ ഇത് വരുമ്പോൾ എന്ത് ചെയ്യും? സമർത്ഥനായ നമ്മുടെ ഒരു മതപണ്ഡിതനുമായിട്ട് കൂടി ആലോചിച്ച് കഴിയുമ്പോൾ അദ്ദേഹം അത് മറുപടി പറഞ്ഞു തരും. ഒരു കാര്യം ചെയ്താൽ മതി, ലളിതാ സഹസ്രനാമം ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ പിന്നെ നിർമാല്യം തൊഴുതാൽ മതി, ഇത്ര പ്രദക്ഷിണം വെച്ചാൽ മതി. ഇങ്ങനെ നേരത്തെ അനവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കും. നല്ല വൈദ്യന്റെ അടുത്ത് ചെന്നാൽ ഈ വൈദ്യൻ ഒരിക്കലും മരുന്ന് മാത്രമല്ല നിർദ്ദേശിക്കുക, ഇതുപോലെയുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം നിർദ്ദേശിക്കും. അപ്പൊ പഴയ കാലത്ത് വൈദ്യന്മാരെ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ ഈ ഒരു ക്രമത്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ചികിത്സ മുഴുവൻ 100% അങ്ങ് ഫലിക്കും. അപ്പൊ കർണാടകത്തിൽ പാസ്സായിട്ട് വന്ന ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് അവരുടെ അധ്യാപകർ പഠിപ്പിച്ചത് പറഞ്ഞു പുനർജന്മം ഉണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. പക്ഷേ അതിന് വലിയ എങ്ങനെ അത് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പൊന്നും ആയിട്ടില്ല. ഇങ്ങനത്തെ സിദ്ധാന്തങ്ങൾ പറയുന്നതാണ്, അല്ല നമുക്ക് അതിന് വലിയ തെളിവൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, തെളിവില്ലേ പുനർജന്മത്തിന്? അതിനെ പഠിപ്പിച്ചത് ഒരു ഹിന്ദു ബ്രാഹ്മണനാണ്. കർണാടകത്തിലെ ഒരു പഴയ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് ഇതിനെ വന്ന് പഠിപ്പിച്ചത് ആയുർവേദ കോളേജിൽ. അയാളാണ് ഈ കുട്ടികൾ 10-40ഓളം പേരിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് പുനർജന്മം ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? സിദ്ധാന്തത്തിൽ ഒരുപാട് ചുതി സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത. വലിയ നമ്മുടെ കാതലായ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് അതിനൊരു സംശയം ഈ ഡോക്ടറുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചു. എന്ന് വെച്ചാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം അയക്കത് ഉറപ്പായിട്ടില്ല. ഇതെന്താ ഇതിന്റെ കാരണം? ഈശ്വരന്റെ ഗുണകർമ്മ സ്വരൂപങ്ങൾ എന്തൊക്കെയാ?
പല മനുഷ്യരും പറയും ഈശ്വരൻ, ഞാൻ ഇവിടെ വീട്ടിൽ എല്ലായിടത്തും ഈശ്വരനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ഇരുന്നാൽ മതി, ഞാനിപ്പോൾ അങ്ങനെ അമ്പലത്തിലോട്ടൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഈശ്വരന്റെ തത്വത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ മാത്രമല്ല, ഈ പറയുന്നവൻ മാത്രമല്ല മിടുക്കൻ. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്തിയ മഹാഗുരുക്കന്മാരുടെ ഒരു പരമ്പരയാണ് ഇന്ത്യയിലുള്ളത്. ഈ പരമ്പരയിലുള്ള ഒരു ഗുരുവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോകരുതെന്ന്. അപ്പൊ അവരൊക്കെ ക്ഷേത്രത്തിൽ പോകാനാ പറഞ്ഞത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടക്കമുള്ള മഹാഗുരുക്കന്മാർ പറഞ്ഞ ക്ഷേത്രത്തിൽ പോകും, അതിന്റെ പുനരുദ്ധാരണം നടത്തും, അനവധി ജന്മങ്ങളിലേക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായത്. അങ്ങനെ പറയണമെങ്കിൽ ഇവർ മണ്ടന്മാരായിട്ടാണ്. അപ്പൊ ഈ വീട്ടിൽ കുത്തിയിരുന്ന് വീട്ടിൽ പോകാൻ മടി കാണിച്ചുകൊണ്ട് എല്ലായിടത്തും ഈശ്വരനുണ്ടെന്ന് പറയുന്നവനാണ് മിടുക്കൻ, ബാക്കിയുള്ളവന്മാർ മണ്ടന്മാർ. ഇത് സിദ്ധാന്തങ്ങൾ ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇത് ഈ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന അവരുടെ രക്ഷയ്ക്കാണ്, അല്ലാതെ വേറെ ഇതിന്റെ പ്രചാരണം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ തന്ത്രവിദ്യാപീഠത്തിൽ ഡയറക്ടറായിരുന്ന സമയത്ത് പലപ്പോഴും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെയുള്ള വ്യക്തികൾ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അവരുമായിട്ട് പലപ്പോഴും സംസാരിച്ചിരിക്കുമ്പോഴെല്ലാം അവർ പറയും, ഇത്രയും വലിയ ഒരു ധർമ്മമായിട്ട്, വലിയ സിദ്ധാന്തങ്ങളായിട്ട് ഇത് സംരക്ഷിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംരക്ഷിച്ചു നിർത്താൻ കഴിയാത്തത്? വലിയ ആപത്ഘട്ടങ്ങളിൽ ഒരു കക്ഷിയോട് പറഞ്ഞ് ഭാഗവതത്തിന്റെ ഗജേന്ദ്രമോക്ഷം എടുത്തു വെച്ച് വായിക്കാൻ പറഞ്ഞു, പരമരഹസ്യമായിട്ട് ചെയ്യണം. അവർ ഗജേന്ദ്രമോക്ഷം എടുത്തു വെച്ച് രാവിലെയും വൈകിട്ടും വായിച്ചാൽ മതി, ഏതോ 1-2 അധ്യായങ്ങളേ ഉള്ളൂ. എടുത്തു വെച്ച് നിശബ്ദമായിട്ട് വായിച്ചാൽ മതി, ലോകത്തിൽ മനുഷ്യരും അറിയില്ല. വിളക്കുകൊടുത്ത് വെച്ച് ഗജേന്ദ്രമോക്ഷം വായിക്കാൻ പറഞ്ഞു. അവരുദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ അവരുദ്ദേശിച്ച ക്ലേശം അവരിൽ നിന്ന് വിട്ടുപോവുകയില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഈശ്വരനുണ്ടോ, ആത്മാവുണ്ടോ? ഒരു യുക്തിവാദിക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈശ്വരന്റെ അസ്തിത്വം തെളിയിക്കുന്ന സൂത്രങ്ങളുണ്ട് ന്യായദർശനത്തിൽ. ഒരു യുക്തിവാദിക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ആത്മാവിന്റെ അസ്തിത്വം തെളിയിച്ചിട്ടുണ്ട് ആചാര്യന്മാർ. പുനർജന്മമുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. 10-15ഓളം സൂത്രങ്ങളുണ്ട് പുനർജന്മത്തെ സാധൂകരിക്കുന്നത്. വമ്പൻ യുക്തി, ഇടമറുക് എന്ന് പറഞ്ഞ ഒരു വമ്പൻ യുക്തിവാദി ഉണ്ടായിരുന്നു ഡൽഹിയിലെ കരോൾ ബാഗിൽ വെച്ച്. പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ കൊണ്ട് പുനർജന്മം ഉണ്ടെന്ന് ഞാൻ സമ്മതിപ്പിച്ചു. എന്റെ സാമർഥ്യമല്ല, ന്യായദർശനത്തിലും വൈശേഷിക ദർശനത്തിലും ഋഷീശ്വരന്മാർ എഴുതിയിട്ടിരിക്കുന്ന സൂത്രങ്ങൾ ഓരോ സൂത്രമായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തു. എന്റെ സ്വന്തം ബുദ്ധി പ്രയോഗിച്ചില്ല. ന്യായദർശനത്തിലെ ഒരു സൂത്രം എടുക്കുന്നത് ഇതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഈ സൂത്രങ്ങൾ മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് വരെ താങ്കൾ മിണ്ടരുത് എന്നയാളോട് പറയാം. അയാൾ പറഞ്ഞു ശരി മിണ്ടരുത്, ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇത് മുഴുവൻ പറഞ്ഞതിന് ശേഷം പിന്നെ താങ്കൾ സംശയം ചോദിച്ചോളൂ. അവൻ ന്യായദർശനത്തിലും വൈശേഷിക ദർശനത്തിലും കൊടുത്തിട്ടുള്ള ഈ പുനർജന്മത്തെ സംബന്ധിച്ചുള്ളതും ആത്മാവിനെ സംബന്ധിച്ചുള്ളതുമായ സൂത്രങ്ങൾ അങ്ങോട്ട് വ്യാഖ്യാനിച്ചുള്ളത്. സൂത്രങ്ങൾ വ്യാഖ്യാനിക്ക് മാത്രമേ ചെയ്തുള്ളൂ. കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് തൊഴുതിട്ട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വരും വാക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ഇനി ഇത് പഠിക്കാൻ എന്താ ചെയ്യുക? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു അത് ദർശനങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, അത് നോക്കിയാൽ മതി, ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെയാണ് ഒരു കുഴപ്പം പറ്റിയത്. അദ്ദേഹം പോയി ഇംഗ്ലീഷിൽ കിട്ടുന്ന ന്യായത്തിന്റെയും വൈശേഷികത്തിന്റെയും മുഴുവൻ കോപ്പികൾ എടുത്തേക്ക് വായിച്ചു. ഒരു ചുക്കും മനസ്സിലായി. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു അതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊരു ഉപനിഷത്ത് എടുത്തു വയ്ക്കുന്നു. ഇപ്പൊ നിലവിലുള്ള ഏത് ഉപനിഷത്ത് എടുത്തു വെച്ച് നോക്കിയാലും കൊട്ടാരക്കര സദാനന്ദാശ്രമത്തിൽ ഒരു ഉപനിഷത്തിന്റെ കുറച്ച് ഉപനിഷത്തുകളുടെ കോപ്പിയുണ്ട്. സാഹിത്യ പഞ്ചാംഗൻ PK നാരായണപിള്ള പണ്ട് വ്യാഖ്യാനിക്കുക. അതിൻ്റേത് മാത്രമേ ഉള്ളൂ ഏകദേശം അർത്ഥം നമുക്ക് മനസ്സിലാകുന്നു. ബാക്കിയുള്ള ഉപനിഷത്തുകളിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് 1-2 വാക്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചതിന് ശേഷം മനസ്സിലാകാത്ത രീതിയിൽ ജടിലമായ സംസ്കൃതം ഉപയോഗിച്ചുകൊണ്ട് അത് വ്യാഖ്യാനിച്ചിരിക്കുക. അപ്പൊ ഇത് കാണുന്ന നമുക്ക് തോന്നും ഇത് വളരെ സാമർഥ്യമാണ്, എഴുതിയ ആൾ വലിയ പണ്ഡിതനാണെന്ന് തോന്നും. പക്ഷെ നമുക്ക് ഒന്നോട്ട് മനസ്സിലാകുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി ഇതല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രായോഗിക ജീവിതത്തിൽ ഇത് ഉപകരിക്കണം. പ്രായോഗിക ജീവിതത്തിൽ ഉപകരിക്കുന്ന സാധനങ്ങളായിരുന്നു മുഴുവൻ. ഒന്നും പ്രായോഗിക ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. അത് പ്രജാധർമ്മം, നമ്മുടെ ധർമ്മസംഹിതകൾ, നമ്മുടെ സിദ്ധാന്തങ്ങൾ, ഇത് മുഴുവൻ ശരിക്കും മനസ്സിലാക്കിയാൽ ഈശ്വരനുണ്ടോ, ആത്മാവുണ്ടോ, കർമ്മത്തിന്റെ ഫലം എന്താ, പുനർജന്മം എന്ന് പറയുന്ന ഒന്നുണ്ടോ, മോക്ഷം എന്ന് വെച്ചാൽ എന്താ, മോക്ഷം പ്രാപിച്ച ആത്മാക്കൾ എങ്ങനെയാണ് ആത്മാവിൽ ശുദ്ധി വരുന്നത്, ശുദ്ധി വന്നതിന് ശേഷം എങ്ങനെയാണ് തിരിച്ചു ലോകത്തേക്ക് വരുന്നത്, അങ്ങനെയാണ് അവതാരങ്ങൾ വരുന്നത്. അപ്പൊ ഗുരുക്കന്മാരുടെ പ്രാധാന്യം എന്താ, എങ്ങനെയാണ് ഒരാൾ ഗുരുവാകുന്നത്? ഗുരുക്കന്മാർ പല തട്ടിലാണ് നിൽക്കുക. ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരു വളരെ വ്യത്യസ്തനായിരിക്കും. അത് ഒരു 10% ശുദ്ധി സാധന ചെയ്ത് 10% ശുദ്ധി ആത്മാവിന് വന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ ഈ ജന്മത്തിൽ ചെയ്തതിന്റെ ബാക്കി ചെയ്താൽ മതി അടുത്ത ജന്മത്തിൽ. അങ്ങനെയാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇപ്പൊ 10% ശുദ്ധി വന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ ഈ 10% ശുദ്ധിയും കൊണ്ടാക്കുന്നത്.
അപ്പോൾ അടുത്ത ജന്മം അയാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ദിവ്യത്വങ്ങളുണ്ടാവും. 20% ശുദ്ധി വന്നു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ദിവ്യത്വമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ദിവ്യത്വം കണ്ടിട്ട് ഈ ഗുരു ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് അറിവുള്ളവർക്ക് മനസ്സിലാവും. അറിവില്ലാത്തവർക്കൊക്കെ മനസ്സിലായി എന്ന് വരിക. ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. ശ്രീരാമകൃഷ്ണദേവൻ ഒരു പ്രത്യേക ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മഹാ അവതാരങ്ങൾ മുഴുവൻ ഏതൊക്കെ ലെവലുകളിലാണ് നിൽക്കുന്നത് എന്ന് അധ്യാത്മശാസ്ത്രങ്ങൾ നല്ലവണ്ണം അഭ്യസിക്കുകയും ഗുരുക്കന്മാരോടൊപ്പം നടക്കുകയും ചെയ്തവർക്ക് അത് മനസ്സിലാവുള്ളൂ. സാധന ചെയ്തവരും നടക്കുന്നത് കണ്ടാൽ എൻ്റെ ഗുരു പറയുമായിരുന്നല്ലോ, അവൻ സാധന ചെയ്യുന്നവനാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരിക്കലും കണ്ട ഒരു മനുഷ്യനാണ്. അയാൾ പാൻറ്റും ഷർട്ടുമൊക്കെ ഇട്ട് ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ നടപ്പ് പുറകിൽ നിന്ന് അയാൾ നടന്നു പോകുന്നത് കണ്ടിട്ട് പറയുന്നത് അവനെ പോയി പിടിച്ചു, അവൻ സാധന ചെയ്യുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഞങ്ങൾ അയാളെ പിടിച്ചില്ല, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കമ്പനിയിലായിരുന്നു ഇരിക്കുന്നത്, അക്കൗണ്ടന്റ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തിരിച്ചറിയാനുള്ള ക്ലീൻ ഷേവാണ്, കണ്ണാടി വെച്ചിട്ട് അദ്ദേഹം ഒരു ബാഗ് ഒരു ലക്ഷത്തിൽ ഇടിക്കൊണ്ടിരിക്കുന്ന നടന്നു പോവുക. അപ്പം ഈ സാധനം വല്ലതും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ലെന്നോ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു അങ്ങനല്ല, പറയുന്നൊരു സ്വാമി പറഞ്ഞു നിങ്ങൾ സാധന ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് അത് അറിയാൻ വേണ്ടിയാണെന്ന് ചോദിച്ചെന്ന് പറയും. അപ്പോൾ ഞങ്ങളോട് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ സന്യാസാശ്രമത്തിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സാധന ചെയ്യുന്നുണ്ട്, ആൾക്കാരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് സാധനയാണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഗുരു ബനാറസിൽ വന്നപ്പോൾ അദ്ദേഹം ബനാറസിൽ ചെന്ന് ഈ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച ആളാണ്. അപ്പോൾ ഒരു പ്രത്യേക ലെവൽ എത്തുന്നത് വരെ ഇത് പുറത്താക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വളരെ കൂളായിട്ട് ഇങ്ങനെ ജീവിച്ചു അക്കൗണ്ടിലായിട്ട്. അപ്പോൾ ജീവിതത്തെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോടൊരു നിഷേധാത്മക സമീപനമായിരിക്കും വരിക. ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കില്ല. ഗാർഹസ്ഥ്യത്തിന്, ബ്രഹ്മചര്യത്തിന്, വാനപ്രസ്ഥത്തിന്, ഇതിനൊക്കെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഈ ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ ഒരു വലിയ ശേഖരം, അസാധാരണമായ ഒരു ശേഖരം ഇപ്പോഴും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കിടക്കുക. എന്തിനാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടെന്ന് തെളിയിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ഇവ പലരും പറഞ്ഞിട്ടുള്ള പല വെബ്സൈറ്റുകളും ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് കമ്പ്യൂട്ടറൊന്നും നോക്കാൻ അറിയില്ല. അപ്പം മോനെ കൊണ്ട് അത് നോക്കിക്കും. നോക്കിയിട്ട് പറയാം അതിനകത്ത് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, അതായത് അടിസ്ഥാന സിദ്ധാന്തം എന്തെങ്കിലും ഉണ്ടോ? എന്തിനാണ് നമ്മൾ ക്ഷേത്രാരാധന നടത്തുന്നത്? അതിനകത്ത് നോക്കിയാൽ എവിടെയെങ്കിലും ഉണ്ടോ? ക്ഷേത്ര